ഈ രണ്ടാം ഭാഗങ്ങളാണല്ലോ പലപ്പോഴും ഓരോ സിനിമയുടെ ഉള്ളതിന്റെ വിലയും കൂടി ഇല്ലാതാക്കി കളയുന്ന ഒരു രക്ഷയില്ല. ഇനിയിപ്പോ ആര് സഹായിക്കും, ആര് സഹായിക്കും, ആര് സഹായിക്കും, ആര് സഹായിക്കും? ഇവിടെ കൊണ്ടുവന്നിട്ട് അനിരുദ്ധിനെ കൊണ്ട് താത്ത വരാറേ കതറ വിടാ പോറാറേ, താത്ത വരാറേ കതറ വിടാ പോറാറേ, താത്ത വരാറേ കതറ വിടാ പോറാറേ. 26 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു ഐക്കോണിക് ക്യാരക്ടർ, സേനാപതി എന്ന് പറയുന്ന ഒരു ഐക്കോണിക് ക്യാരക്ടറിനെ വീണ്ടും കൊണ്ടുവച്ചിരിക്കുകയാണ് നമ്മളെ ശങ്കരണ്ണൻ. ശങ്കരണ്ണൻ്റെ മുമ്പുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം പുള്ളിക്കൊരു പാറ്റേൺ ഉണ്ട്. അതായത് പുള്ളിയുടെ എല്ലാ സിനിമകളിലാണെങ്കിലും ഒരു കറപ്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഇന്ത്യൻ എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് ആ കഥാപാത്രങ്ങളൊക്കെ പ്രസന്റ് ചെയ്ത് നമുക്കൊരു ത്രില്ല് ഉണ്ടാക്കി തരുന്ന, അതായത് സ്വന്തം മകനെ പോലും ഇല്ലായ്മ ചെയ്യാൻ കെൽപ്പുള്ള ഒരു തന്തപ്പടി. ആ ഒരു മനുഷ്യന്റെ ആന്റി കറപ്ഷൻ എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഭയങ്കര സൂപ്പറായിരുന്നു. അത് ഇന്നും ഒരു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. അതിന്റെ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും. പക്ഷെ ഈ രണ്ടാം ഭാഗങ്ങളാണല്ലോ പലപ്പോഴും ഓരോ സിനിമയുടെ ഉള്ളതിന്റെ വിലയും കൂടി ഇല്ലാതാക്കി കളയുന്നതെന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു പടമാണ് ഇന്ത്യൻ 2. ആദ്യമേ അതങ്ങ് പറഞ്ഞേക്കാം. ഇനി ഇന്ത്യൻ 2 വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മൊത്തം കറപ്ഷൻ, ഭയങ്കര പ്രശ്നം, ഒരു രക്ഷയില്ല. അപ്പോഴത്തേക്ക് ഒരു ഇൻഫ്ലുവൻസർ ടീം, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ടീം ഒരു നമ്മുടെ ഈ മറിമായൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ട് ഓരോ കറപ്ഷനെ കുറിച്ചിട്ടും അവർ ട്രോൾ ചെയ്തിട്ട് ജനങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ ശ്രമിക്കും. അത് ഏറെക്കുറെയൊക്കെ വിജയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീം. അപ്പോൾ അവിടെ ഇതണക്ക് കറപ്ഷൻ കൂടി കൂടി വരുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. ഇനിയിപ്പോ ആര് സഹായിക്കും, ആര് സഹായിക്കും, ആര് സഹായിക്കും, ആര് സഹായിക്കും? അവൻ വരുവാ, ഇന്ത്യൻ താത്ത വറവാ, താത്ത വറാറേ കതറ വിടാ പോറാറേ, താത്ത വറാറേ കതറ വിടാ പോറാറേ. അങ്ങനെ താത്ത വരും. താത്ത വരുമ്പോഴത്തേക്ക് നമ്മളെ മൈത്രയൻ ഇങ്ങനെ, അല്ല മൈത്രയൻ അല്ല, സോറി, മൈത്രയന്റെ ഗെറ്റപ്പിലായിരുന്നു, സോറി, മൈത്രയൻ അല്ല, നമ്മുടെ താത്ത വരുന്നു. താത്ത അങ്ങ് തായ്പയിൽ എവിടെയാണ്ട് പോയി കിടക്കുകയാണ് കാട്ടിൽ. അങ്ങനെ താത്ത എന്തായാലും ഇന്ത്യയിലോട്ട് തിരിച്ചു വരും. ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നിടം തൊട്ട് തുടങ്ങുന്ന കഥ പിന്നീട് അങ്ങോട്ട് എങ്ങനെ പോകണമെന്നാ എവിടെ പോകണമെന്നാ ഒരു പിടുത്തവും ഇല്ല. അതായത് നിങ്ങൾ ഒരു ക്രിസ്റ്റഫർ നോളന്റെ പടം കാണുമ്പോൾ എങ്ങനെയായിരിക്കും, ചിലപ്പോൾ ഒരു ഇൻസിഡന്റ് തന്നെ 2-3 വട്ടമൊക്കെ കാണിക്കും. അതിന്റെ പല ഡയമെൻഷൻ ആയിരിക്കും. ഇതിപ്പോൾ ഇന്ത്യയിലൊരു 10-28 സംസ്ഥാനം, 29 സംസ്ഥാനമൊക്കെ ഉണ്ട്. ഈ 29 സംസ്ഥാനങ്ങളിലെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഓരോ സ്റ്റേറ്റുകളായിട്ട് തിരഞ്ഞെടുത്തിട്ട് അവിടെ അങ്ങനെ സംഭവിച്ചു, അതേ സംഭവത്തിന്റെ മറ്റൊരു സംഭവം ഇവിടെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഇപ്പം യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ശങ്കരണ്ണ ഇതെല്ലാം കട്ട് ചെയ്ത് പിള്ളേരെ കൊണ്ട് അഭിനയിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ശങ്കറിന്റെ സിനിമകളിലാണെന്നുണ്ടെങ്കിൽ ഈ കറപ്ഷന്റെ ബേസ് ചെയ്തിട്ട് കാണിക്കുന്ന കുറേ ഇൻസിഡൻസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് അതേപോലത്തെ സെറ്റപ്പിൽ തന്നെ പ്ലേ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാശ് പിടിക്കണ്ടേ, അതിന് കുറച്ച് നായകന്മാരെയൊക്കെ ഇറക്കണം. പുള്ളിയുടെ ഒരു പാട്ടെങ്കിലും മിനിമം വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു കലണ്ടർ സോങ് ഉണ്ട്, ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഒരു സാധനം. അങ്ങനെ എന്തായാലും കറക്ഷൻ സോങ് കഴിഞ്ഞിട്ട് താത്ത വരെയാണ്. താത്തയുടെ ഇൻട്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരണമാസ ഇൻട്രോ. താത്ത കയറി വരുന്നത് പിന്നീട് അങ്ങോട്ട് മർമ്മത്തി കുത്താണ്. മർമ്മത്തി കുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ നമ്മൾ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് മിനിമം ഒരു 4 മർമ്മമെങ്കിലും നമ്മൾ പഠിച്ചിരിക്കും. പക്ഷെ ഇതെങ്ങനെ ശരിയാക്കണമെന്നുള്ളത് അറിയില്ല. മിനിമം ഒരു 4-5 മർമ്മം നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് മർമ്മണി എന്ന് പറഞ്ഞത്. പക്ക മർമ്മമാണ്, മർമ്മ ക്ലാസ്സാണ്. മർമ്മ ചികിത്സയ്ക്ക് പറ്റിയ ഒരു റെഫറൻസ് ആയിട്ട് ഇന്ത്യൻ 2 എടുത്ത് വെക്കാൻ പറ്റും. അത്രയും വ്യക്തമായിട്ട് ഓരോ മർമ്മങ്ങളും കുത്തിയതിന് ശേഷം താത്ത സോഷ്യൽ മീഡിയ എടുത്തിങ്ങനെ വെച്ചിട്ട് പറയും, ഇതാണ് മറ്റേ കുത്ത്, ആ കുത്തിന് ഇവിടെ കുത്തുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. കുതിര കുത്തുണ്ട്, ട്രാൻസ്ജെൻഡർ കുത്തുണ്ട്, അങ്ങനെ ഓരോ കുത്തുകളാണ് പുള്ളിയുടെ ഇരിക്കുന്നത്. അതായത് ഒരു ആണിനെ കുത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്ത്രീ ശൈലിയിലോട്ട് മാറും, പുള്ളിയുടെ മൊത്തത്തിൽ മാറിപ്പോവും. പിന്നെ ഒരു കുത്തുണ്ട്, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുതിര ഓടുന്ന കണക്ക് അയാൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, താത്ത പറഞ്ഞാലേ നിൽക്കുകയുള്ളൂ. പിന്നെ വേറൊരുണ്ട് തുപ്പല് കുത്ത് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗംഭീരമാണ്. തുപ്പല് കുത്തിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തി കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇങ്ങനെ തുപ്പിക്കൊണ്ടേയിരിക്കും. പിന്നെ പാട്ടുകുത്തുണ്ട്. പാട്ടുകുത്തെന്ന് പറഞ്ഞാൽ കുത്തുപാട്ടെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കാര്യം അങ്ങനെയാണ്, കുത്തിക്കഴിഞ്ഞാൽ പിന്നെ പാടിക്കൊണ്ടേയിരിക്കും, നിർത്തൂല. പാടി മരിക്കും. പണ്ട് പരീക്കുട്ടി പറഞ്ഞ പോലെ. അങ്ങനെ എന്തായാലും മിനിമം ഒരു 4-5 കുത്തുമർമ്മങ്ങൾ നമ്മൾ പഠിച്ചിരിക്കും. പക്ഷേ താത്തയുടെ സ്വാഭാവികമായിട്ട് താത്ത ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ താത്തയ്ക്ക് എഗെയിൻസ്റ്റ് ആവുമല്ലോ. എഗെയിൻസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു യന്ത്രൻ ഫൈറ്റാണ്, അല്ലെ, യന്ത്രൻ ഫൈറ്റ് അല്ല, യന്ത്രനിലെ പോലത്തെ ഒരു ഫൈറ്റിനൊക്കെ ഉള്ള വകുപ്പ് കൊണ്ടുവന്ന് വെക്കും. വെച്ചിട്ട് താത്ത ഇങ്ങനെ മറ്റേ ഒരു വീലിലോടുന്ന വണ്ടി ഉണ്ടല്ലോ, എനിക്ക് അതിൻ്റെ ഇംഗ്ലീഷ് പേരെന്ന് അറിയത്തില്ലേ,
ആ വണ്ടിയും കൊണ്ട് റോഡാന്തരം ഓടും, മരണ വീട് കയറി ഇറങ്ങും, പിന്നെ ഇങ്ങനെ മാളിലൂടെ പോവും. അങ്ങനെ താത്തക്ക് ഇഷ്ടമുള്ളിടത്തൂടെ എല്ലാം വണ്ടി ഓട്ടിച്ച് കിടക്കും, പിറകെ ആൾക്കാരിട്ട് ഓട്ടിക്കും. അവസാനം നട ഓട്ടിയിട്ട് താത്ത എല്ലാവരും കൂടെ ഇട്ട് അടിക്കും. അങ്ങനെ താത്തയുടെ കഥ. പിന്നെ ഇതിനകത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സർക്കാർ ജോലിക്കാരെ മക്കളാണ്. എല്ലാവരും സർക്കാർ ജോലിക്കാരെ മക്കളാണ്. ഇവരെല്ലാവരും ഭയങ്കര കറപ്ഷനും സംഭവങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് താത്ത പറയുന്നതനുസരിച്ച് ഇവർ വീടുകളിലെ കറപ്ഷൻ എല്ലാം അവർ പുറത്തു കൊണ്ടുവരും. അപ്പോൾ സ്വന്തം വീട് വൃത്തിയാക്കിയിട്ട് നാട് നന്നാക്കാം എന്നുള്ള ആശയം താത്ത പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞു വെച്ചത് വല്ലാത്ത ചെയ്ത്തായിപ്പോയി. കാരണം ഓരോ സ്റ്റേറ്റുകളിലും പോയി അവിടുത്തെ ഒരു വീട്ടിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സർക്കാർ ജീവനക്കാരൻ്റെ മോനെ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് താത്തയെ വിവരം അറിയിക്കും. അവസാനം പോലീസ് പിടിക്കും. കറപ്ഷൻ ഇങ്ങനെ കുറഞ്ഞു വരും. അവസാനം താത്തയ്ക്ക് ഗുരുവാവും. താത്ത എല്ലാവരും കൂടെ എടുത്തിട്ട് കീറാൻ പോകും. അവസാനം താത്ത രക്ഷപ്പെട്ട് പോകും. അപ്പോഴാണ് താത്തയുടെ ഒരു ഡയലോഗ്, ഓടവും മുടിയാതെ ഒളിക്കവും മുടിയാതെ, നിന്നെയൊക്കെ ഞാൻ ഓട്ടിച്ചിട്ട് പിടിക്കും, അതുകൊണ്ട് തിയേറ്ററിൽ നിന്ന് ഒരുത്തനും ഓടാന്ന് വിചാരിക്കേണ്ട, ഇവിടെ ഇരുന്നോണം എന്ന് പറയും. അങ്ങനെ ഒരു 3-3.5 മണിക്കൂർ കട്ടവാദം. പിന്നെ സിദ്ധാർത്ഥിൻ്റെ കഥാപാത്രം കുഴപ്പമില്ല. പിന്നെ നായികയായിട്ട് വന്ന വെച്ച് കുഴപ്പമില്ല. സമുദ്രകനി ഗംഭീര റോളാണ്. പുള്ളി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഗംഭീര ക്രിഞ്ച് റോളാണ്. പുള്ളി ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു സാധനം. അടാറ് സാധനമാണ്. അത് നിങ്ങൾ കാണുമ്പോൾ തിയേറ്ററിൽ ഇരുന്ന് ഇങ്ങനെ ഞെട്ടിത്തെറിക്കും. പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെടുമുടി വേണു, മനോബാല, ബോംബെ ഗണേഷ്, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ബോബി സിംഹയുണ്ട്. ബോബി സിംഹന്റെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBI ഓഫീസറാണ്. പുള്ളി ഇങ്ങനെ സേനാപതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പറന്ന് കിടക്കുകയാണ്. താത്ത എവിടെ ഓടുന്നോ താത്തയുടെ പിറകെ ഓടും, താത്ത എവിടെ ഓടുന്നോ താത്തയുടെ പിറകെ ഓടും, താത്ത ഓടും ബോബി ഓടും, താത്ത ഓടും ബോബി ഓടും, ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. ടോം ആൻഡ് ജെറി ആടലാം എന്നും പറഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ടോട്ടലി കഥാപാത്രങ്ങൾക്കാണെങ്കിലോ മേക്കപ്പ് ആണെങ്കിൽ അതിനേക്കാളും ഇതാണ്. കാരണം 2 ടൈമിലായിട്ടൊക്കെ ഷൂട്ട് ചെയ്താന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിനകത്ത് പല ലുക്കിൽ വരുമ്പോഴത്തേക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പലയിടങ്ങളിലും. ഈ കല്ലുകടി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേണുചേട്ടനെയും അതുപോലെ തന്നെ മനോബാലേനെയും വിവേകിനെയൊക്കെ റിക്രിയേറ്റ് ചെയ്ത കുറേ സംഭവങ്ങളുണ്ട്. എനിക്കൊന്നും മനോബാല അത്രയ്ക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ബട്ട് ബാക്കിയുള്ളവരെ എല്ലാവരും റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. AIയുടെയോ അല്ലെങ്കിൽ VFXൻ്റെയോ ഒക്കെ സാധ്യതകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് തോന്നി. ആ പരിമിതിയിൽ നിന്നിട്ടാണെങ്കിലും ആ കഥാപാത്രങ്ങളെ കളയാതെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാര്യം ഇല്ലെങ്കിൽ സഡൻ ആയിട്ടൊരു കഥാപാത്രം ഇല്ലാതായി പോയി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചെറിയ ഇതുണ്ടല്ലോ, അത് വരുത്താതെ ആ ഒരു രീതിയിൽ കൊണ്ടുപോയി. പിന്നെ പാട്ടുകൾ എന്ന് പറയാൻ ഒരു കലണ്ടർ സോങ് ആണുള്ളത്. പിന്നെ ഇടയ്ക്ക് സേനാപതി എന്നും പറഞ്ഞിട്ട് അനിരുദ്ധിൻ്റെ ഒരു പേക്കൂത്ത് സാധനം ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടുവെക്കും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഫൈറ്റ് കൊണ്ടാണെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ട്, ഗംഭീര ഫൈറ്റാണ് കേട്ടോ. അവസാനം വരുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് ഫാക്ടറിക്കകത്തോട്ട് കയറിയിട്ട് അമ്മോ ഒരു രക്ഷയില്ല. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗംഭീര ഫൈറ്റാണ്. കാരണം വലിഞ്ഞ് തൂങ്ങി കിടക്കുന്ന ബോഡിയിൽ ഇങ്ങനെ പിടി പിടിച്ച് കഴിഞ്ഞാൽ 6 പാക്ക് ആക്കണം. ഒരു വിദ്യയൊക്കെ നമ്മളെ താത്തയ്ക്ക് അറിയാം. താത്ത ഉടനെ 6 പാക്ക് ആക്കും, എടുത്തിട്ട് പറഞ്ഞാൽ കയറ്റും. അവിടെയും കുതിരകുത്താണ് കൂടുതൽ യൂസ് ചെയ്യണം. കുതിരകുത്ത് എല്ലാവരെയും കുതിര ഓട്ടിച്ച് കളയും. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ SJ സൂര്യ കുറച്ചേ ഉള്ളൂ ക്യാരക്ടർ. പക്ഷേ പുള്ളിക്ക് 3-ാം ഭാഗത്തിലാണ് സംഭവം ഇരിക്കുന്നത്. SJ സൂര്യ ഇതിനകത്ത് കുറേ മർമ്മങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർമാണി വേഴ്സസ് മർമാണി എന്ന് പറയുന്ന രീതിയിലോട്ട് കൊണ്ടെത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും സ്പോയിലറാണ് നിങ്ങൾ കേട്ടോണ്ടിരുന്നത്. പറയാതിരിക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ ഇതിന് കോപ്പിറൈറ്റ് അടിച്ച് പോയാലും എനിക്കൊരു പുണ്ണാക്കുമില്ല. കാര്യം പറയാതിരിക്കാൻ പറ്റൂല. ഒരു നല്ല സിനിമ എന്ന് പറയുന്ന ആ ഒരു ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് കിട്ടിയിരുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ആ കഥാപരമായിട്ടാണെങ്കിലും അതിൻ്റെ മ്യൂസിക് വൈസ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും പെർഫോമൻസുകളാണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും ഒക്കെ ഡയറക്ഷനും എല്ലാം വളരെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമയായിരുന്നു ഇന്ത്യൻ. അത് ഒരു ഐക്കോണിക് സാധനമായിട്ട് അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോയിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്താഗതി ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. പിന്നെ ഇനി ഇന്ത്യൻ 3യുടെ ട്രെയിലറൊക്കെ ഈ പടത്തിലുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കണം. അതെനിക്ക് തോന്നുന്നത് ചെറിയ സേനാപതിയുടെ കഥ പറയുന്ന സംഭവമൊക്കെ ആ പടത്തിനകത്തുണ്ട്. ആ ട്രെയിലർ കട്ട്സ് ഒക്കെ കൊള്ളാം, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ AR റഹ്മാന്റെ ആ ഒരു മ്യൂസിക് ആ സിനിമയ്ക്ക് കൊടുത്തിരുന്ന ഒരു എഫക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് അനിരുദ്ധിനെ കൊണ്ട് ഈ സാധനമൊക്കെ വെച്ചപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നിപ്പോയി. എന്തിനിങ്ങനെ ഒരു അപരാധം ചെയ്തു വെച്ചെന്ന് എനിക്കറിയാൻ വയ്യ. ശങ്കർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുജാത എന്ന് പറയുന്ന ഒരാളിൻ്റെ അഭാവത്തോടു കൂടി ശങ്കർ എന്ന് പറയുന്ന ഒരു സംവിധായകന് ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് വന്നു പോയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം മുഴച്ച് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ കൂടുതലൊന്നും പറയാനില്ല. ഒട്ടും തൃപ്തിപ്പെടുത്താതെ പോയ ഒരു സിനിമയാണ് ഇന്ത്യൻ 2. ഒരു ആസ് എ കമൽ ഫാൻ
ടോട്ടലി ഡിസപ്പോയിന്റഡ് എന്ന് പറയുന്നതിനപ്പുറത്തോട്ട് ഈ സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സോ ഇൻ ഷോർട്ട് മലയാളി സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 2 out of 5 ആണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റ് ചെയ്യുക ഞാൻ വീണ്ടും വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസ് വീണ്ടും കാണാൻ അതുവരേക്കും